വളരെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ കുറേ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ക്യാമറമാൻ്റെ ഒക്കെ ഒപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒപ്പം എനിക്ക് അന്ന് അവർ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളറാകാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്ന ഒരു സിനിമ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ലൈഫിലൊരു സിഗ്നേച്ചർ എന്നുള്ള ഒരു രീതി, അതായത് നമ്മൾ എന്നും അത് സിഗ്നേച്ചറായിട്ടുണ്ടാവും ഒരു സംവിധാനം സിനിമ ചെയ്യുക എന്നുള്ളത്. ആ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിച്ചത് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്തും വളരെ കാലത്തെ സുഹൃത്തായ ശ്രീ ഹരീഷ് പേരടിയും നസീറും ഇവരിലൂടെയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ശാന്തകുമാർ അദ്ദേഹം നമ്മളോടുകൂടെ ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ്റെ കാര്യവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ അത് നമ്മളൊരു പ്രാവശ്യം കേട്ടാലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരു സമയത്താണ് എന്നോട് ഇദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംവിധാനം ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചത്. അതിലൂടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഇതിൽ വന്ന് അവരുടെ ഒപ്പം എന്താ പറയുക ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എല്ലാം പറ്റി. നല്ലൊരു പ്രത്യേക ഒരു വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹീറോ ശരിക്കും ഇതിലെ. ആ സബ്ജക്റ്റിലൂടെ ഒരേ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒന്ന് പോകുന്നു. അപ്പുമാഷിൻ്റെ ജീവിതം, ആ ജീവിതത്തിലൂടെയാണ് എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. വളരെ നല്ലൊരു എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർ നല്ലതിനെ ഇരു കൈകളിലൂടെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ. ഈ സിനിമയും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഗാനങ്ങൾ, വളരെ സംഭവ ബഹുലങ്ങളായ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. വളരെ എല്ലാ ആർട്ടിസ്റ്റുകളും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. മലയാളികൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. എല്ലാവരും അതിനുള്ള സപ്പോർട്ട്, ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് വേണം. താങ്ക് യു.